ജനുവരി മുതൽ സാധനം വാങ്ങാൻ കടയിൽ പോകുന്നവർ പാത്രവും കയ്യിൽ കരുതണം. പ്ലാസ്റ്റിക് കവറിൽ ഇനി സാധനം കിട്ടില്ല. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും ഇല്ലാതാക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമുണ്ടാകും. കൃത്യമായ പരിശോധനകളും നടക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉൾപ്പെടെ അംഗീകാരമില്ലാത്ത എല്ലാ പ്ലാസ്റ്റിക് വസ്തുക്കളും ജനുവരി 1 മുതൽ പിടിച്ചെടുക്കാനാണ് തീരുമാനം. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും ഇല്ലാതാക്കുന്നത് സംബന്ധിച്ച് കച്ചവടക്കാരും ഹോട്ടലുകാരുമായി സംസാരിച്ചിട്ടുണ്ട്. കൃത്യമായ പരിശോധനകളിലൂടെ കടകളിൽ സൂക്ഷിക്കുന്ന അനധികൃത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തും. നിയമലംഘകർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ജില്ലാ കളക്ടർ VR വിനോദ് അറിയിച്ചു. സാധനം വാങ്ങാൻ കടകളിലേക്ക് പോകുന്നവർ പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരം പാത്രങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാകണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. നിരോധിച്ച ഫ്ലക്സ് ബോർഡുകളുടെ ഉപയോഗവും നിർത്തലാക്കും. മുൻകൂർ അറിയിപ്പൊന്നുമില്ലാതെയുള്ള പരിശോധനയിലൂടെ മാലിന്യം വലിച്ചെറിയാനെത്തുന്നവരുടെ വാഹനങ്ങളടക്കം പിടിച്ചെടുക്കുമെന്നും ഇതിനായി പഞ്ചായത്ത് തലത്തിലുള്ള സ്ക്വാഡുകൾക്ക് കൃത്യമായ അവബോധം നൽകി പ്രവർത്തനം ശക്തമാക്കുമെന്നും കളക്ടർ അറിയിച്ചു. കാരണം കച്ചവടക്കാർ നിരോധിച്ച പ്ലാസ്റ്റിക് വിൽക്കാനുണ്ടാകുന്ന സാഹചര്യം എന്ന് വെച്ചാൽ അത് പബ്ലിക്കിൽ നിന്ന് അതിന് ഡിമാൻഡ് ഉണ്ടാകും. അതിൽ ഉപഭോക്താക്കൾ അത് ആവശ്യപ്പെടുന്നതുകൊണ്ട് അപ്പോൾ ഗുണഭോക്താക്കൾ മറ്റൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അഡ്വാൻസായിട്ട് പറയുന്നത് വളരെ കർശനമായ എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ ഗവൺമെൻറ് നിരോധിച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കും അതുപോലെയുള്ള വസ്തുക്കളെ സംബന്ധിച്ച് ഉടനെ ഉണ്ടാവും. അപ്പോൾ മലപ്പുറത്തെ മാർക്കറ്റുകളിലൊന്നും സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് അധികം കാലതാമസം ഇല്ലാതെ ലഭ്യമല്ലാത്തൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യം, ഇതിനുള്ളൊരു ആൾട്ടർനേറ്റീവ്സ് എന്താണ്? പലരോടും ഇത് സംബന്ധിച്ച് ഞാൻ സംസാരിക്കുമ്പോഴെപ്പോഴും തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഞങ്ങളെങ്ങനെ ഫിഷ് വാങ്ങിക്കും, മീറ്റ് വാങ്ങിക്കും, അതിന് കവർ വേണ്ടേ, പാല് വാങ്ങിക്കും, ഇതിനെല്ലാം പരിഹാരമുണ്ട്. ഇതൊന്നും വലിയ പ്രശ്നമില്ല. ഈ കച്ചവട സ്ഥാപനങ്ങളും ഹോട്ടലുകളോടും ഇത് സംബന്ധിച്ച് ഞങ്ങൾ സംസാരിച്ചതിൽ നിന്ന് വ്യക്തമാക്കിയത്, ഈ പാത്രങ്ങളുമായിട്ട് വരുന്ന പാക്ക് ചെയ്ത് വാങ്ങിക്കുന്നവർക്ക് അതിന് റിബേറ്റ് കൊടുക്കാൻ 10%, 5% കൊടുക്കാൻ എല്ലാ സ്ഥാപനങ്ങളും റെഡിയാണ്. മാലിന്യ സംസ്കരണത്തിൽ ജില്ലയെ മെച്ചപ്പെട്ട നിലയിലെത്തിക്കുമെന്നും ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ A ആതിരയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ, മലപ്പുറം.